ഹായ്, ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ വീട് വൃത്തിയാക്കിയിടുന്നതിനും വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് പ്ലാനർ എങ്ങനെ തയ്യാറാക്കുമെന്നുള്ളതാണ്. ഇത് ഞാൻ മൊത്തം ക്ലീനിങ്ങിനെ 4ആയിട്ട് തിരിച്ച്, അതായത് എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ആഴ്ചയിലുള്ള ഡീപ്പ് ക്ലീൻ, മാസത്തിലുള്ള ഓരോ ഐറ്റം എടുത്തിട്ടുള്ള ഡീപ്പ് ക്ലീൻ, പിന്നെ വർഷത്തിൽ ഓരോ മാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ വരച്ച് ചെയ്യുന്നത് ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്ന ഒരു പ്ലാനറിലാണ്. നിങ്ങൾക്കൊരു നോട്ട് പാഡ് പേന ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു തവണ ചെയ്തതിന് ശേഷം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്ന പ്ലാനർ എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ആദ്യം നമുക്ക് ഡെയിലി ക്ലീനിങ് ട്രാക്കർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. നമ്മുടെ വീട് വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കലണ്ടർ നോക്കിയിട്ട് ഡേറ്റ്സ് ഒക്കെ എഴുതിയെടുക്കുക. അതിന് മേലെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേയും അടയാളപ്പെടുത്തുക. ഇനി എന്തെല്ലാം ഹാബിറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 10 ബേസിക് ക്ലീനിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ 20 മേലെ ടിപ്സും ഹാക്സും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലും കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് എഴുതിയെടുക്കുക. അതാണ് നിങ്ങൾ ഈ ഡെയിലി ക്ലീനിങ് ട്രാക്കറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതുപോലെ യൂട്യൂബിൽ ഒരുപാട് ഹാബിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ളതും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളോ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. നോർമലി എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഇനി ഈ ട്രാക്കറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര മടിയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ക്ലീനിങ് ട്രാക്കറിൽ ഉൾപ്പെടുത്താറ്. പിന്നെ ഒന്നരാട് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ എന്നാണ് ഇപ്പോൾ ചെയ്തത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടോയ്ലറ്റ് എപ്പോഴും യൂസ് ചെയ്യാത്ത ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ 1-2 ദിവസം ഇടവിട്ടൊക്കെ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്നാണ് ചെയ്തത്, ഇനി എന്നാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ഡേ ക്ലീനിങ് റുട്ടീൻസും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ട്രാക്കറിൽ എനിക്ക് ഏറ്റവും മടിയുള്ള പെര തുടക്കുക എന്നുള്ള കാര്യം, അതായത് ഞാൻ 2ആയിട്ട് തിരിച്ചിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന റൂമുകളും അധികം ഉപയോഗിക്കാത്ത റൂമുകളും എന്ന രീതിയിൽ 2 തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അധികം ഉപയോഗിക്കാത്ത റൂമിൽ നമ്മൾ 1.5 ക്ലീൻ ചെയ്യുള്ളൂ, അതായത് തുടക്കുകയുള്ളൂ. പിന്നെ ടോയ്ലറ്റ് അതുപോലെ തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എന്നും ക്ലീൻ ചെയ്യുമെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാത്ത ടോയ്ലറ്റ് 2-3 അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടൊക്കെ ചെയ്യുന്ന അതാണ് ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ളതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ക്ലീൻ ചെയ്യുന്നതും. സോ ഇപ്പോൾ സപ്പോസ് ഡിസംബറിൽ സൺഡേ 1-ാം തീയതി ഞാൻ പെര തുടച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മളൊരു സ്ക്വയറായിട്ട് അവിടെ അടയാളപ്പെടുത്തി വയ്ക്കും. ഈ ബുള്ളറ്റ് ജേർണലിനകത്ത് ഗ്രിഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്വയർ വരക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ എല്ലാ ദിവസവും യൂസ് ചെയ്യാത്ത റൂമുകൾ ക്ലീൻ ചെയ്തില്ല, അപ്പോൾ അതവിടെ ബ്ലാങ്ക് ആയിട്ട് വിടും. അത് കഴിഞ്ഞിട്ട് എപ്പോഴും യൂസ് ചെയ്യാത്ത ടോയ്ലറ്റും ക്ലീൻ ചെയ്തില്ല, മറ്റേ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെയും സ്ക്വയർ വരച്ചു. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ക്ലീൻ ചെയ്തു, സ്ക്വയർ വരച്ചു. അപ്പോൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ സ്ക്വയർ വരക്കില്ല, അതങ്ങനെ തന്നെ വിടും. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട ഒരു ട്രാക്കിംഗ് രീതിയാണിത്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു കളർ പെൻസിലും കൊണ്ട് ചെയ്ത കാര്യത്തിന് മാത്രം കളർ ചെയ്ത് കൊടുക്കും. സോ ആ വൈറ്റായിട്ട് കിടക്കുന്നത് ഞാൻ ചെയ്യാത്തതാണ്. ലാസ്റ്റ് ആ മന്ത് അവസാനിക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടും. അത് നല്ല രസമാണ് കാണാനായിട്ട്. പല രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാം. മുന്നേയൊക്കെ ഞാൻ വരയൊക്കെ ഇട്ടിട്ട് ചെയ്യുമായിരുന്നു, ഫുൾ കളർ ചെയ്യും, ഡോട്ട്സ് ഇടും. അപ്പോൾ ഇതൊരു രീതിയാണ്, എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ട് ഇത് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്കിനി വീക്ക്ലി ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ വീക്ക്ലി ക്ലീനിങ് റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓരോ റൂം എടുത്തിട്ട് ഓരോ ദിവസം ചെയ്യും. അതായത് മൺഡേ ആണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യും, ട്യൂസ്ഡേ മാസ്റ്റർ ബെഡ്റൂം ചെയ്യും. അങ്ങനെ ഓരോ റൂമിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത റൂമിലേക്ക് പിറ്റേ ദിവസം പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ആളുകൾ പാർട്ടായിട്ടും സോണായിട്ടും അതുപോലെ തന്നെ 2 റൂം 3 റൂമൊക്കെ ഒരു ദിവസം ചെയ്യുന്നവരുണ്ടാവും. ഓരോരുത്തരുടെ എനർജി ലെവലും ടൈമൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഞാൻ ചെയ്യുന്നത് ഇതാണ്, ഓരോ റൂമും ഒരു ദിവസം വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റൂം എടുത്ത് നമ്മളത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് A to Z കാര്യങ്ങൾ എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരമാണ്. ഒന്നും നമ്മൾ വിട്ടുപോകില്ല. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഈ വീക്ക്ലി ക്ലീനിങ് ചാർട്ടിൻ്റെ തന്നെ ആവശ്യം ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം ബുധനാഴ്ച ലിവിങ് ഏരിയ ആണ്, അവിടെ മാറാല തൂക്കണം, ഫാൻ ക്ലീൻ ആക്കണം, അലമാര, ടേബിൾ, അതുപോലെ തന്നെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് ഈ ക്ലീനിങ് റുട്ടീൻ ചാർട്ടിൻ്റെ ഒന്നും വീക്ക്ലി ക്ലീനിങ് ചാർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കപ്പോൾ അത് പതിയെ ഡ്രോപ്പ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. സൺഡേ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ട്. കാരണം സൺഡേ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ടും മന്ത്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടുമാണ് സൺഡേനെ നമ്മൾ ഫ്രീ ആക്കിയിരിക്കുന്നത്. അപ്പോൾ വീക്ക്ലി ക്ലീനിങ്ങിന് ശരിക്കും 4 സ്ക്വയർ അല്ല കേട്ടോ വേണ്ടത്, 6 സ്ക്വയർ വേണം. ഇവിടെ എല്ലാം ഈ 2 പേജിനുള്ളിൽ തയ്ക്കേണ്ടത് കൊണ്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്യാത്തത്.
ഇനി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും എങ്ങനെ ഇതിൽ അടയാളപ്പെടുത്തുമെന്ന് നോക്കാം. ഒന്നില്ലെങ്കിൽ ഒരു കോളം വരച്ചാൽ മതി. അതിൽ തന്നെ 4ആയിട്ട് തിരിച്ചിട്ട് ഓരോ ആഴ്ച ചെയ്യുന്നതും അനുസരിച്ചിട്ട് പകുതി വീതം കളർ ചെയ്ത് പോവാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 കോളം വരക്കുന്നതാണ് നല്ലത്. ഓരോ ആഴ്ചക്കും ഓരോ കോളം കൊടുക്കുക. ഒരു മാസത്തിൽ ഇപ്പോൾ 5 ആഴ്ച ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതിലെ ഡേറ്റ്സ് നമ്മൾ പിന്നത്തെ മാസത്തേക്ക് മാറ്റും. 4 ആഴ്ചയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഓരോ ആഴ്ച ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മാറാല തൂത്ത് കഴിയുമ്പോൾ ഒരെണ്ണത്തിൽ കളർ ചെയ്യാം, സ്വിച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ. അപ്പോൾ ഓരോ കാര്യവും എഴുതിയെടുക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്ക് ഉപകാരമാണ്, മറന്നു പോവില്ല, എല്ലാം നമ്മൾ കവർ ചെയ്യും. ഇനി നമുക്ക് മന്ത്ലി ആൻഡ് ഇയർലി ക്ലീനിങ് ട്രാക്കർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മന്ത്ലി ക്ലീനിങ് ട്രാക്കർ തയ്യാറാക്കുമ്പോൾ 4 ബോക്സുകളാണ് വരയ്ക്കേണ്ടത്. ഓരോ ആഴ്ചയ്ക്കും ഓരോ ബോക്സും കൊടുക്കുക. അതായത് ആദ്യത്തെ ആഴ്ച ഇപ്പോൾ നമ്മൾ കിച്ചൺ തിങ്കളാഴ്ച ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ആഴ്ചയിൽ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, മാസത്തിൽ ഒരു തവണ ക്ലീൻ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രിഡ്ജ് നീക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്ത് മാസത്തിൽ ക്ലീൻ ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതിയെടുക്കുക. പിന്നത്തെ 2ാമത്തെ ആഴ്ച കിച്ചണിൽ തന്നെ ഇതുപോലുള്ള അപ്പർ ഷെൽഫ് അല്ലെങ്കിൽ അപ്പർ ബർത്തിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് 2ാമത്തെ ബോക്സിൽ കൊടുക്കാം. ആഴ്ചയിൽ ചെയ്യേണ്ടാത്ത എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മാസത്തിൽ ഒരു തവണ ചെയ്യണം അത് മാത്രം ഡിവൈഡ് ചെയ്ത് ഓരോ ബോക്സിലും കൊടുക്കുക. അത് ഓരോ ആഴ്ച ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്യുക. ഇനി ബാക്കി മന്ത്ലിയും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഇയർലി ക്ലീനിങ്ങിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് 1 ഇടവിട്ട മാസങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണെങ്കിലും 2 ഇടവിട്ട മാസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഇയർലി ക്ലീനിങ് ട്രാക്കറിൽ എഴുതും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 ബോക്സ് വരച്ചിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ മാസത്തിനും ഓരോ ബോക്സ് കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് ടാസ്കുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബോക്സ് വലുതാക്കുക. ഇപ്പോൾ ജനുവരിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഫെബ്രുവരി ചെയ്യേണ്ട, മാർച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്താൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ടിക്ക് ചെയ്ത് പോകാം. മന്ത്ലി ക്ലീനിങ് ട്രാക്കറും അടയാളപ്പെടുത്തേണ്ടത് ജസ്റ്റ് ടിക്ക് ഇടുകയോ കളർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് ഷെഡ്യൂൾ പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് വീഡിയോക്ക് കുറേ ലെങ്ത്ത് കൂടി. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ക്ലീൻ ട്രാക്കർ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്. ഒന്ന് നമുക്ക് ഡെയിലി ക്ലീനിങ്ങിനെ 2ആയിട്ട് തിരിക്കുക. അതായത് അടുക്കളയിലെ കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ള റൂമുകളിലതും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അതാണ് ആ യെല്ലോ കളറിൽ ഞാൻ 2 സെക്ഷൻ പോലെ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഗ്രീൻ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈവനിങ് റുട്ടീനുകളാണ്. അതായത് നമുക്ക് മോർണിംഗ് ഈവനിങ് റുട്ടീനായിട്ട് തിരിക്കുക ഒരു ദിവസത്തിന്. അതല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് 3 ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഒരുപാട് വാരി വലിച്ചെഴുതി ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് ആദ്യം ഷെയർ ചെയ്യാതിരുന്നത്. ചിലർക്ക് പക്ഷേ ഇതായിരിക്കും കംഫർട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ആദ്യം തന്നെ ഒരുപാട് താങ്ക്സ്. പിന്നെ പുതിയ ആൾക്കാരാണെങ്കിൽ പറ്റുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്നതും. ബുള്ളറ്റ് ജേർണൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിർബന്ധമായിട്ടും എത്ര കൊള്ളില്ലെന്നാണെങ്കിലും നല്ലതാണ്, നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെന്താ, എല്ലാവർക്കും പുതിയൊരു വർഷം വളരെ അടിപൊളിയായിട്ടുള്ളൊരു വർഷം വരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.